അപ്പം ഇന്ന് നമ്മൾ കുറേ ചക്കയും വെട്ടി കൊണ്ടുകൊണ്ട് ചക്ക അരയ്ക്കാൻ പോവുകയാണ്. ഇപ്പം അതിന് വേണ്ടി കുറേ ചക്കകൾ ഇങ്ങനെ വെട്ടി രാവിലെ നിന്ന് വെട്ടി ഇറക്കിയിട്ടിട്ട് എല്ലാം വെട്ടി പറിച്ചെടുത്ത് ഇനി അവിക്കാനുള്ള പോക്കാണ്. ഇപ്പം നിലവിൽ അവിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വെട്ടി വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അവിച്ച് കഴിഞ്ഞാൽ അവിക്കുന്നതിനെ കുറിച്ച് പറയാൻ പറ്റും. ഇപ്പോൾ ആ അവസ്ഥയിലിരിക്കുകയാണ്. അപ്പം എന്തായാലും ഇനി വെട്ടി പറിക്കാൻ പോവുകയാണ്. കൂടുതൽ അങ്ങനെ ചോദ്യവും പത്രമൊന്നുമില്ല. നമുക്കങ്ങനെ വർക്കുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ ഒന്ന് വറുക്കുകയാണ് ഞാൻ. എടുക്കുന്ന ഒരു 5-6 സെക്കൻഡ് വന്നാൽ മതി മാക്സിമം. അത്രയും വേണം. പിന്നെ എടുക്കുന്ന നല്ല കഴിച്ചൊന്നും വളരെ പടപടായിരിക്കണം മാക്സിമം. പോയ അങ്ങനെ നമ്മൾ 10-13 ചക്ക വെട്ടിക്കൂട്ടി മടൽ അഞ്ചത്തി കളഞ്ഞെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വെട്ടിപ്പൊളിച്ച് ഓരോന്നിനെ വെട്ടി മുറിച്ച് പറിച്ചെടുത്തിട്ട് അതൊക്കെ എവിടെ അരിയെടുത്ത് വെച്ചിരിക്കുന്നത്? എവിടെ അരിയെടുത്ത് വെച്ചിരിക്കുന്നത്? അന്തരം പോട്ട് നമ്മൾ ഓരോന്നോരോന്നായി വെട്ടി മറയ്ക്കാൻ പോവുകയാണ്. അടുത്ത വാവ് ഞാൻ നേരത്തെ വെട്ടി കളഞ്ഞു തോന്നുന്നു. അതിൻ്റെ മൂട്ടിൽ മുഴുവൻ അരക്ക് കൊയ്സ്. ഇത് ക്ലോസ് ആയിട്ട് കാണിച്ചാൽ ക്ലോസ് ചെയ്യാനല്ല, ഇവിടെ ക്ലോസ്. അയ്യോ എങ്ങനെയാണ് എൻ്റെ കരക്ക് കൊടുക്കുന്നത്? പിന്നെ കരക്ക് വലിക്കുന്നത്. ക്ലോസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അത് കട്ട് ചെയ്ത കാച്ചി നല്ല കാറ്റാണ്. പക്ഷേ മുടി കെട്ടിയ അതിലോട്ട് വലിയ
ഇടയ്ക്ക് വെച്ച് നമ്മുടെ പ്ലാൻ അങ്ങ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിയലിൽ നിന്ന് മാറി മറ്റൊന്നിലേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടെ കാണിക്കാം. ഇങ്ങനെ വെച്ചിട്ട് നൈസായിട്ട് അരിയണം. ഇന്നേക്ക് ഒരു പൊടി കണ്ടിരുന്നോ? അയ്യോ, അത് കൈവിട്ട് പോയി. ഇത് കാണുമ്പോൾ പാടാണെന്ന്, കാണുമ്പോൾ എളുപ്പമാണെന്ന് വിചാരിക്കാൻ സാധ്യതയില്ല. ഇനി അങ്ങനെ വിചാരിച്ചാലും ഇത് ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണ്. സൂപ്പർ. ഇങ്ങനെ എനിക്ക് ഒട്ടും അറിഞ്ഞാത്തൊരു പരിപാടിയാണ് ഇങ്ങനെ അരിയുക എന്നുള്ളത്. വിരലിൻ്റെ പകുതിയും കൂടി അങ്ങ് പോയേനെ. അങ്ങനെ നമ്മൾ അടുപ്പത്താക്കി വെച്ചിട്ട് മൂട്ടിൽ തീ കൊടുത്തിട്ടുണ്ട്. ഇനി അത് പാകമായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് ഉച്ചയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ്. ഇത്രയും സമയമെടുക്കുമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഈ സാഹസ്യമായിട്ട് ഇന്ന് വൈകുന്നേരം ഇരട്ടി, അവസാനം 4 ഇരട്ടി അങ്ങനെ അത് വെന്ത് വന്നിട്ടുണ്ട്. അവസാനം ചക്കയിട്ട് നമ്മളങ്ങനെ ഇളക്കി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇളക്കി എന്നൊരു പരുവത്തിലാക്കണം. അപ്പോൾ നമ്മൾ കുക്കിംഗ് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാം സെറ്റായിരിക്കുകയാണ്. എടുത്തുകൊണ്ട് വെച്ചിട്ട് ഞാൻ ഇവിടെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ട, അത് ഏകദേശം ഇപ്രകാരം ഇരിക്കും. നൈസ്. ചക്കയും ചക്കയും മീനിൻ്റെ ചാറ്. അയ്യോ, ചാറ് കാണാനില്ലല്ലോ. പക്ഷെ നൈസാണ്. കാണുന്ന വല്ല ടേസ്റ്റ് പോയി ടേസ്റ്റ്. അങ്ങനെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചങ്ങ് നിർത്തിയിരിക്കുകയാണ്. അവിടെ വൈറ്റ് ഇങ്ങോട്ട് കാണിച്ചാണ്. അത് വെള്ളം, ഇത് ചെമ്പി, അപ്പുറത്തത് ബ്ലാക്ക്. ലൈറ്റ് അങ്ങനെ ഇരിക്കാൻ വെട്ടത്തിൻ്റെ കുറവുണ്ട്. പിന്നെ ചെറിയ ഒരു ഇളം കാറ്റ് കേൾക്കുന്ന പടിഞ്ഞാറോട്ട് വീശുന്ന ഒരു ഈവനിങ് കാറ്റ് പറ്റി ഞാനിങ്ങനെ ചക്കയും മീനും കൂട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൊളി സാധനം. പിന്നെ ഈ വീഡിയോ എങ്ങനെ ഇരിക്കുന്നത്, വീഡിയോ എടുക്കാൻ വേണ്ടി കുക്ക് ചെയ്തതല്ല, കുക്ക് ചെയ്തപ്പോൾ വീഡിയോ എടുത്തതാണ്. അതുകൊണ്ട് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തിയിരിക്കുകയാണ്. പിന്നെ അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ചാനൽ അങ്ങനെ 900 സബ് അടിച്ചിരിക്കുകയാണ്. സബ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എടുക്കുമ്പോൾ 902 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് 1K അടിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതൊന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തിയിരിക്കുകയാണ്. പുതിയ സെറ്റായിട്ട് ഒരെണ്ണം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത സെറ്റായിട്ട് ചെയ്യുമ്പോൾ കാണാം. ഓക്കെ, ബൈ.